ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ഓക്ലൻഡിലെ കരാക്കായിലുള്ള CCT ലാവൻഡർ ഫാമിലേക്കാണ്. ഫാങ്കരയിൽ നിന്ന് അറൌണ്ട് 200 കിലോമീറ്റേഴ്സ് ആണ് ഇങ്ങോട്ടേക്കുള്ളത്. അതായത് അറൌണ്ട് 2.5 hours ഡ്രൈവ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് പെർ ഹെഡ് $18 ആണ്. പക്ഷെ ബിലോ 10 yearsന് ടിക്കറ്റ് വേണ്ട. ഈ $18 ഫാം വ്യൂവിംഗ് മാത്രമല്ല കേട്ടോ, ഫ്ലവർ പ്ലക്കിംഗ് ആൻഡ് എസെൻഷ്യൽ ഓയിൽ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ടിക്കറ്റ് കൗണ്ടറിന് അടുത്തായിട്ട് തന്നെ ഇൻഫർമേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള പ്ലഗ് കാർഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച പൊള്ളിയായിരുന്നു ഗൈസ്. 30 hectare ലാൻഡിലായിട്ടാണ് ഈ ലാവൻഡേഴ്സ് പ്ലാന്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർ പാർക്കിംഗ് എത്തിയപ്പോഴേക്കും തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് ലാവൻഡേഴ്സിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ന്യൂസിലൻഡിലെ ലാർജസ്റ്റ് ഓർഗാനിക് ഫാം ആണ്. 2018 ഇതൊരു ഓർഗാനിക് ഫാം ആയിട്ട് സർട്ടിഫൈ ചെയ്യപ്പെട്ടത്. ഈ ലാവൻഡേഴ്സിന്റെ ഫ്ലവറിംഗ് ടൈം എന്ന് പറയുന്നത് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിലാണ് നമുക്കിവിടെ വിസിറ്റേഴ്സ് അലൗഡ് ഉള്ളൂ. എവരി ട്യൂസ്ഡേ ടു സൺഡേ 8:30 to 4 ആണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. ഞങ്ങൾ ഒരു ഹോളിഡേയിലാണ് ഇങ്ങോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ മാക്സിമം ട്രാഫിക് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഏതാണ്ട് 3 o'clock ആയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിങ്ങിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ലാവൻഡർ കളറിനോട് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഡ്രസ്സ് ഇട്ട് വരാണെങ്കിൽ കിട്ടുന്ന ഫോട്ടോസിന്റെ ഔട്ട്പുട്ട് കിഡുമായിരിക്കും. ഞങ്ങൾക്ക് ആ ഐഡിയ തോന്നില്ല, നിങ്ങളത് മറക്കല്ലേ. ഇതൊരു ഫുള്ളി ഓപ്പൺഡ് ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ആൻഡ് ഹാറ്റ് മസ്റ്റ് ആണ്. ആദ്യമായി ഇത്രയും അധികം ലാവൻഡേഴ്സ് ഒന്നിച്ച് കണ്ടപ്പോഴുള്ള എക്സൈറ്റ്മെന്റ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേസിൽ ഉണ്ടായിരുന്നു. കിട്ടിയ അവസരം പാഴാകാതെ ഞങ്ങളും കുറെ അധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞങ്ങൾ അങ്ങനെ ഈ കാണുന്ന വണ്ടിയിൽ കയറി ലാവൻഡർ പ്ലക്കിംഗ് ഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലാവൻഡേഴ്സ് പ്ലക്ക് ചെയ്യാനായിട്ടുള്ള പേപ്പർ കവേഴ്സ് ആൻഡ് സിസേഴ്സ് അവർ തന്നെ നമുക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അവർ തരുന്ന ആ പേപ്പർ കവറിൽ മാക്സിമം കൊള്ളാവുന്ന ലാവൻഡേഴ്സ് ആണ് ഒരാൾക്ക് ഇവിടുന്ന് പ്ലക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഒട്ടും വൈകിച്ചില്ല, ഞങ്ങൾ ഞങ്ങളുടെ പണിയിലേക്ക് കടന്നു. കിഡ്സിനും സിസേഴ്സ് കിട്ടിയത് കൊണ്ട് തന്നെ അവരും ഓടി നടന്ന് ലാവൻഡേഴ്സ് പ്ലക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരിവിടെ സെക്ഷൻ തിരിച്ചാണ് ലാവൻഡർ പ്ലക്കിംഗ് ഏരിയ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഒരു ഏരിയയിലെ പ്ലക്കിംഗ് രാവിലെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഉണ്ടായിരുന്ന അവസ്ഥ ഈ കാണുന്നതാണ്. എന്നാലും ഞങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടി കേട്ടോ. അപ്പുറത്ത് കാണുന്ന കളേർഡ് പോർഷൻ ആണ് നാളത്തേക്കുള്ള പ്ലക്കിംഗ് ഏരിയ. അപ്പോ ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർ രാവിലത്തെ ബാച്ച് തന്നെ വരാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമ്മുടെ പ്ലക്കിംഗ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ പ്ലക്കിംഗ് ഒക്കെ അവസാനിപ്പിച്ച് തിരിച്ച് മടങ്ങുവാണേ. ഈ കാണുന്ന 2 കവേഴ്സിലുള്ളതാണ് ഞങ്ങൾ പ്ലക്ക് ചെയ്ത ലാവൻഡേഴ്സ്. ഇത് വെച്ചിട്ടാണ് നമുക്കുള്ള എസെൻഷ്യൽ ഓയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ സ്ട്രോബെറി പിക്കിങ്ങിന് പോയപ്പോഴും പിന്നെ ഇവിടെ വന്നപ്പോഴും എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവരൊരു വർക്കറെ വെച്ച് ചെയ്യിപ്പിക്കേണ്ട ഹാർവസ്റ്റിംഗ് നമ്മൾ പണം മുടക്കി നമ്മൾ തന്നെ ചെയ്യുന്നു. സത്യത്തിൽ ഇതൊക്കെയല്ലേ ഒരു റിയൽ ടൂറിസം സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്കൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് തരുന്നതോടൊപ്പം തന്നെ അവർക്ക് ഇതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. അങ്ങനെ ബഞ്ചസ് ഓഫ് ലാവൻഡേഴ്സും ഒക്കെ ആയിട്ട് വന്ന വണ്ടിയിൽ തന്നെ ഞങ്ങൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുവാണേ. നമ്മൾ തിരിച്ചെത്തുമ്പോൾ കാണുന്ന ഫസ്റ്റ് സ്റ്റോറിലാണ് നമ്മൾ ഈ ലാവൻഡേഴ്സ് കൊടുക്കേണ്ടത്. അവിടെ നിന്നാണ് അവർ നമുക്ക് ലാവൻഡേഴ്സ് എസെൻഷ്യൽ ഓയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എത്രയൊക്കെ തന്നെ ലാവൻഡേഴ്സ് പറിച്ചാലും ഈ കുഞ്ഞു ബോട്ടിൽ കൊള്ളുന്ന ഓയിലേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഈ കാണുന്നത് പോലെ നമ്മൾ ബോട്ടിൽ ലേബിൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ 20 minutes കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ റെഡി ആയിരിക്കും. ആ ടൈം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു ലാവൻഡർ ഐസ്ക്രീം കഴിക്കാനായി പോയി. അവിടെയും സെയിലിനായിട്ട് കുറച്ച് ലാവൻഡർ ഓയിൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം മാത്രമല്ല കേട്ടോ, വേറെ കുറെ ഫുഡ് ഐറ്റംസ് ആൻഡ് സ്ലഷീസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ലാവൻഡർ വാനില മിക്സ് ഐസ്ക്രീം ആയിരുന്നു. ഓവർ സ്വീറ്റ്നെസ് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ചെറിയ റീഫ്രഷ്മെന്റിന് ശേഷം ഓയിലൊക്കെ വാങ്ങി ഞങ്ങൾ ഫാമിനോട് ബൈ ബൈ പറഞ്ഞു. അപ്പൊ പോകാൻ പ്ലാൻ ഉള്ളവർ ഇനിയും വൈകിക്കല്ലേ. See you in the next video. Bye.